And welcome back to our new video. This is Nimisha and you're watching and Can Talk. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് മനസ്സിലാകും ഇല്ലല്ലേ? ഞാൻ പറഞ്ഞുതരാം കേട്ടാ. നമ്മൾ നാളെ ഒരു സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. അതേ കേസ് നമ്മൾ കുറച്ച് ദൂര സ്ഥലത്തോട്ട് പോകാം കേട്ടോ. നമ്മൾ കേരള ബോർഡർ കഴിഞ്ഞ് തമിഴ്നാട്ടോട്ട് പോവാണ് കേട്ടോ. അതെ, തമിഴ്നാട് തെങ്കാശോട്ടാണ് നമ്മൾ പോകുന്നത്. എൻ്റെ അമ്മയുടെ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ അവിടെയാണ്. എൻ്റെ അമ്മയുടെ കുഞ്ഞമ്മയും മക്കളും ഒക്കെ അവിടെ സെറ്റിലാണ് കേട്ടോ. അപ്പം അങ്ങനെ അവരെ കാണാൻ വേണ്ടി പോവാണ്. ഇപ്പം ഇച്ചിരി 2 വട്ടം അവിടെ പോയിട്ടുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ വർഷം അതിൻ്റെ അങ്ങേ വർഷമായിട്ട് പോയിട്ടുണ്ട്. 2 വട്ടം പോയിട്ടുണ്ട്. അപ്പം ഞാനും അച്ഛനും അമ്മയും അമ്മൂമ്മയും വലിച്ചിനും വലിയച്ഛനും 6 പേരോടാട്ടോ പോകുന്നത് നാളെ. നാളെ നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങും കേട്ടോ രാവിലെ. അപ്പം ആ സമയത്ത് ഇങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇൻട്രോ ഒക്കെ എടുത്ത് വെച്ചത് കേട്ടോ. രാവിലെ തിരക്കിൻ്റെ ഇടയിലൊന്നും എടുക്കാൻ ഒക്കത്തില്ല. അപ്പം ആ വീഡിയോട്ടൊക്കെ എങ്ങനെ നിങ്ങൾക്ക് സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയാം കേട്ടോ. ഇനിയുള്ള ക്ലിപ്പിലൊക്കെ ഇപ്പം നല്ല സൗണ്ടാണ് കേട്ടോ. മൈക്ക് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല സൗണ്ടാണ് ഇപ്പം. ഇനി അങ്ങോട്ട് കാണാനൊക്കെ അറിയാം. പിന്നെ നിങ്ങൾ കാണുന്ന ക്ലിപ്പ് ചിലപ്പോൾ ഞാൻ റെഡി ആയിട്ട് നിൽക്കുന്നതായിരിക്കും. നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. എന്താണെന്നൊക്കെ ഞാൻ കറക്റ്റ് വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നാളെ കാണാം കേട്ടോ. ഗൈസ്, അങ്ങനെ പറഞ്ഞ പോലെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാറിലിരിക്കുകയാണ്. എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ അതേ സെയിം ഔട്ട്ഫിറ്റ് ആണ് ഇട്ടുള്ളത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ പോകുന്ന വഴിക്ക് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലൂടെ കയറുന്നുണ്ട് കേട്ടോ. അവിടെയും കൂടെ തൊഴുതിട്ടേ നമ്മൾ പോകത്തുള്ളൂ കേട്ടോ. പിന്നെ അമ്പലത്തിലേക്ക് വളരെ കുറച്ച് ക്ലിപ്പ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയൊന്നും കയറി എടുക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് വലിച്ചിന് വല്യമ്മച്ചിയൊക്കെ പിക്ക് ചെയ്യണം കേട്ടോ. പിന്നെ പോകുന്ന വഴി കുറേ അടിപൊളി കുഞ്ഞു സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. വണ്ടിയിൽ വോമിറ്റിങ്ങിൻ്റെ ബഹളമായിരുന്നു. ഞാനല്ല കേട്ടോ, എൻ്റെ അമ്മയും വല്യമ്മച്ചിയും അമ്മമ്മയും ഒക്കെ. ഇത് നമ്മുടെ എസ് വളവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കുറച്ച് മാത്രം എടുക്കാൻ പറ്റില്ലാണ്ട്. നമ്മൾ എസ് വളവാണ്. നമ്മൾ തമിഴ്നാട് എത്തുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇല്ലേ എസ് വളവ് വലിയൊരു നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതൊക്കെ പിന്നെ ഇടയ്ക്കുള്ള കുഞ്ഞു കാണാൻ അടിപൊളിയായിട്ടുള്ള കുഞ്ഞു ബ്യൂട്ടിഫുൾ സ്പോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ എസ് വളവ് കഴിഞ്ഞിട്ടുള്ള മിക്കത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് കുറച്ച് നല്ല സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ എസ് വളവ് കഴിഞ്ഞ് മിക്ക സ്പോട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. എന്നും പറഞ്ഞ് തോനെയൊന്നുമില്ല, വളരെ കുറച്ച് ക്ലിപ്പ് അവിടുന്ന് ഇവിടുന്നൊക്കെ വാരിപ്പറക്കി എടുത്തുകൊണ്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ കണ്ടില്ല, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ശരിക്കും ആ മരയിലൊക്കെ ശരിക്കും ആ മേൽ ഇങ്ങനെ തട്ടിക്കുന്നതൊക്കെ ഫീൽ ചെയ്യുന്നില്ല ഗൈസ്. അട്ടിപ്പോയി. ഒരു കാര്യം എടുത്ത് പറയണം ഗൈസ്, നമ്മളീ പോകുന്ന സ്ഥലങ്ങളായാലും പോകുന്നിടമായാലും ഒക്കെ കാണാൻ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ. അടിപൊളി. പിന്നെ നമ്മൾ അവിടുത്തെ എങ്കാശെന്ന് അവിടുത്തെ അപ്പൂപ്പൻ്റെ വേറെ വീടും കൂടെ ഉണ്ട് അവിടെ ശിവനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെയും പോയി ഉച്ചക്കത്തെ ലഞ്ചും കഴിച്ചതിന് ശേഷം നമ്മൾ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. കുഞ്ഞമ്മയുടെ വീട് കുറ്റാലത്താണ് കേട്ടോ. ഞങ്ങളങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ അതിനേക്കാൾ വ്യൂ ഗൈസ് അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ. ഇച്ചിരി നാച്ചുറൽ സൗണ്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് മിണ്ടാഞ്ഞത്. നിങ്ങൾക്ക് ഇത്ര നേരം സമാധാനം ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി, എൻ്റെ അലപ്പ് കേൾക്കാഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ നിങ്ങളെ വിറപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ മിണ്ടാഞ്ഞത് കേട്ടോ. നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ഒരു മുതുക്ക് പട്ടി ഗൈസ് അവിടെ. അതുകൊണ്ട് എൻ്റെ അമ്മയാണ് കേട്ടോ കേസ്. അത് എൻ്റെ അമ്മയുടെ കയ്യിലൊക്കെ ഒന്ന് നക്കി കേട്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെ മാറി ഇന്ന് അടുത്ത് വരുമോ ഇല്ലയെന്നും പറഞ്ഞ്. പക്ഷെ എൻ്റെ കാലിലും ചെറുതായിട്ടൊക്കെ ഒന്ന് നക്കി കേട്ടോ. കാണാൻ നല്ല പേടിയാവും കേട്ടോ, അത്രയും സൈസുണ്ട്. പക്ഷെ 3 വയസ്സേ ഉള്ളൂ കേസിന്, പക്ഷെ കാണാൻ നല്ല സൈസും ഉണ്ട്. ഇനി നമ്മൾ കുറ്റാലം വാട്ടർഫോൾസിലേക്ക് പോവുകയാണ് കേട്ടോ. ഞാനും അച്ഛനും വലിച്ചനും അച്ഛൻ്റെ ഫ്രണ്ടും മാത്രമേ ഉള്ളൂ, അവരാരും ഇല്ല കേട്ടോ. ഇവരിനി കുളിക്കാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്നെയും കൂടെ കൊണ്ടുപോകുന്നു കേട്ടോ. അങ്ങനെ പോയതാണ് കേട്ടോ. പോകുന്നതാണെങ്കിൽ മുടിഞ്ഞ ബ്ലോക്കും ഓരോ ബിൽഡിങ്സ് ആണെങ്കിൽ മൊത്തം കുരങ്ങിൻ്റെ ബഹളം കൈസ്. വലിയ കുരങ്ങ് ചെറിയ കുരങ്ങ് മൊത്തം ബഹളം. പിന്നെ നമ്മൾ അവിടെ ചെന്നു കേട്ടോ. അവിടെ ചെന്ന് ഞാൻ അങ്ങനെ വലിയതായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറയാൻ മാറില്ല ലേഡീസിന് പോകണമെന്ന്. അങ്ങനെ ഇരിക്കുന്നു.
അങ്ങനെ ഞങ്ങളിങ്ങനെ ഇറങ്ങി താഴെ ഇന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ ഭയങ്കര ആൾ ഗൈസ്, മൊത്തം ആൾ. ഇവിടെ ആണെങ്കിൽ അടുത്ത കുരങ്ങൻ്റെ ബഹളം. എൻ്റെ പൊന്നെ, ഇവിടെ വലിയ കുരങ്ങ്, ചെറിയ കുരങ്ങ്, മീഡിയം സൈസ് കുരങ്ങ്, മൊത്തം കുരങ്ങിൻ്റെ ബഹളം കേട്ടോ. എന്താ പറയുക എൻ്റെ ദൈവമേ. ഇങ്ങനെ ഇരിക്കുക വേണ്ട സൈഡ് കഴിച്ചിട്ട് മൊത്തം ഇങ്ങനെ ഉണ്ട് വെള്ളം വീഴുന്ന. നല്ല രസം കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നിൽക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ആ ഒരു എന്താ പറയുക, തണുപ്പും തണുത്ത കാറ്റും ആ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ നല്ല വൈബാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ പറഞ്ഞാൽ നല്ല സുഖം കേട്ടോ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടും. പിന്നെ ഈ കുരങ്ങനാണെങ്കിൽ മൊത്തം കുരങ്ങ് കഴിയുന്നത് എന്താ പറയുക. പിന്നെ ഈ കുരങ്ങനെയൊക്കെ വാലിനകത്ത് ചെറുതാണെങ്കിലും അടുത്ത് കാണാൻ നല്ല വലുതാണ് കേട്ടോ വാലൊക്കെ. ഞങ്ങളിങ്ങനെ ഇറങ്ങാൻ നിന്നിട്ട് ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇച്ചിരി ഇവിടെ നല്ലോണം കാണാം കേട്ടോ വാട്ടർഫോൾസ്. അങ്ങനെ ഞാൻ എടുത്താണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ കേസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് തന്നെ കേട്ടോ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു അമ്പലത്തിൽ ഞാൻ പറഞ്ഞില്ല, പോകുന്ന വഴിക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രതിഷ്ഠയൊക്കെ വെച്ച് കുഞ്ഞ് അമ്പലങ്ങൾക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു മരത്തിൽ മൊത്തം കൈസ് വവ്വാൽ ഇങ്ങനെ തൂങ്ങി കിടക്കുക കേട്ടോ. ഇവിടെ നല്ല ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. നല്ലൊരു ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പം അവിടെ ഞാൻ നിന്നപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ വെറുതെ പുറത്തോട്ട് നോക്കിയപ്പോഴത്തേണ്ട ഒരു അടിപൊളി വ്യൂ കണ്ടു കേട്ടോ. പിന്നെ നമ്മളെ തമിഴ്നാട്ടിലൊരു മെയിൻ അമ്പലം ഉണ്ടല്ലോ, തിരുമലക്കോവിലല്ല, വേറൊരു വല്ല ഹൈറ്റൊക്കെ ഉള്ള. അപ്പോൾ ആ അമ്പലമാണ് കേട്ടോ അതല്ല ലൈറ്റ് കാണുന്നുണ്ടല്ലോ, എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. തിരുമലക്കോവിലല്ല വേറെ. അവിടെ പിന്നെ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ, പോകുന്ന വഴിക്ക് കുഞ്ഞു ഈ കുഞ്ഞു നമ്മളിവിടുത്തെ കണക്ക് ക്ഷേത്രം കണക്കല്ല, ആ ഒരു കുഞ്ഞൊരു മീഡിയം സൈസ് ഉണ്ടോ അവിടെ. പക്ഷെ നല്ല ഒരു എന്താ പറയുക, കാണാനൊക്കെ നല്ല രസമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ ഉണ്ടോ ഗൈസ്, നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ. നല്ല വ്യൂ ആണ് കേട്ടോ. പിന്നെ ഗൈസ് ഉണ്ട് ഇതൊക്കെ അടിപൊളി വ്യൂ ആണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ തോന്നുന്നു. ഇച്ചിരി ബ്ലോക്ക് ആയതുകൊണ്ടാണ് എനിക്ക് ഇത്ര എടുക്കാൻ പറ്റിയത് കേട്ടോ. കണ്ടോ ആ മേലൊക്കെ കറക്റ്റ് ആ ഒരു മലയിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നതൊക്കെ കണ്ടു ഫീൽ ചെയ്യുന്നത് കാണുമ്പോൾ. ഞാൻ ഒന്നും വിടുന്നത്, നിങ്ങളൊന്ന് ആസ്വദിച്ചു ഗൈസ്. എന്തൊക്കെ പറഞ്ഞാലും വ്യൂ ഒരു രക്ഷയില്ല ഗെയ്സ്. അത്ര അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ ഇതിനകത്ത് കാണുമ്പോൾ എത്രത്തോളം എനിക്ക് ശേഷം ഇങ്ങനെ കാണാൻ പറ്റല്ല, അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഇത് പറയാം, സൂപ്പർ. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. നമ്മളിനി ഇടയിൽ നിൽക്കുകയാണ്. ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുണ്ടായിട്ടാണ് എനിക്കിന്ന് കാണാൻ പറ്റിയത് കേട്ടോ. എനിക്കാണെങ്കിൽ ഇന്ന് ഉറക്കമൊക്കെ വരുന്നു കേട്ടോ. ഉറക്കം ചിലരുടെ അവളുടെ തലവേദനയൊക്കെ ഉണ്ട്. എൻ്റെ അമ്മയൊക്കെ ഇന്ന് ഉറങ്ങുകയാണ് കേട്ടോ. പക്ഷേ ഞാൻ ഉറങ്ങിയില്ല ഗൈസ്. ഇവിടെ ഇത്രയും നല്ല വ്യൂ ഉണ്ടായിട്ട് ഞാൻ എങ്ങനെയാണ് ഗൈസ് കിടന്ന് ഉറങ്ങുക? എൻ്റെ പോലെ തലവേദനയൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്കും ഗൈസ്. അത്രയ്ക്ക് അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഞാൻ എത്ര കൊണ്ട് പറയുന്നല്ലേ, അടിപൊളി ഗൈസ്. പിന്നെ ഇത് നേരെ അപ്പർ സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ കുഞ്ഞു കടകളും ജ്വല്ലറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഈ സൈഡേ ഉള്ളൂ ഗൈസ് അങ്ങനത്തെ വ്യൂ ഒക്കെ. അപ്പർ സൈഡ് വലിയ വ്യൂ ഒന്നുമില്ല. പിന്നെ അങ്ങോട്ട് ഇങ്ങനെ കുറേ പാടങ്ങൾ, വേറെ അങ്ങനെ നല്ല വ്യൂ പ്ലേസ് ഒന്നും കണ്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും നല്ല ലാഗായി നിൽക്കും, സ്വാഭാവികം. നിൽക്കുന്നത് നല്ല ബോറടിച്ചാണ് കേട്ടോ. രാവിലെ തുടങ്ങിയതല്ലേ നമ്മൾ. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ദിവസം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബൈ.